Hello friends, Technique Malayalam channel വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഷോമിന്റെ ഏറ്റവും പുതിയ സ്മാർട്ട് ഫോൺ ആയ Redmi Note 9 Pro Max ആണ്. അപ്പോൾ Redmi Note 9 Pro Maxും Redmi Note 9 Proയും രണ്ടും ഒരുമിച്ച് ഇറക്കിയ ഫോണാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഓൾറെഡി Redmi Note 9 Pro ഇറങ്ങി കിട്ടിയായിരുന്നു. അപ്പോൾ നമ്മൾ അൺബോക്സിംഗ് റിവ്യൂവും ഡീറ്റെയിൽ വീഡിയോസ് എല്ലാം തന്നെ ചെയ്യേണ്ടായി. അപ്പോൾ ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് Redmi Note 9 Pro Max ആണ്. അപ്പോൾ ഇതിൻ്റെ വ്യത്യാസം എന്താ വെച്ചാൽ രണ്ട് മേജർ കാര്യങ്ങളാണ് വ്യത്യാസമുള്ളത്. ഒന്ന് ഇതിനകത്ത് 64 മെഗാ പിക്സൽ ക്വാഡ് ക്യാമറയാണ് വരുന്നത്, മറ്റേതിനകത്ത് 48 മെഗാ പിക്സൽ ആയിരുന്നു. പിന്നെ രണ്ടാമത്തെ വ്യത്യാസം ഇതിനകത്ത് ചാർജിങ് ടെക്നോളജി 33 വാട്ട് ചാർജിങ് ആണ് വരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് പറയാം. അപ്പോൾ ഇതാണ് ബോക്സ് പാക്കേജ്. നമ്മുടെ കയ്യിലുള്ളത് ഇന്റർസ്റ്റെല്ലാർ ബ്ലാക്ക് വേരിയൻ്റ് ആണ് വരുന്നത്. അപ്പോൾ ബാക്കി സ്പെസിഫിക്കേഷൻസ് എല്ലാം തന്നെ സെയിം ആണ്. ഡിസ്പ്ലേ സൈസും ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 720G ഒക്കെയാണ് വരുന്നത്. പിന്നെ ഡിവൈസിൻ്റെ ബാക്കിൽ നോക്കുകയാണെങ്കിൽ വീണ്ടും കാണാം 720G 64 മെഗാ പിക്സൽ ക്വാഡ് ക്യാമറയാണ് വരുന്നത്. പിന്നെ ഡോട്ട് ഡിസ്പ്ലേന് ഫുൾ HD+, 64+8+5+2 ആണ് ക്യാമറ വരുന്നത്. പിന്നെ സ്പ്ലാഷ് പ്രൂഫ് നാനോ കോട്ടിംഗ്, ഡ്യുവൽ വോൾട്ടേജ് വിത്ത് വോയിസ് ഓവർ വൈഫൈ സപ്പോർട്ട് ഉണ്ട്. പിന്നെ ടൈപ്പ് സി പോർട്ട്, UFS 2.1 സ്റ്റോറേജ്, LPDDR4X റാം, സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാനർ, 33 വാട്ട് ഫാസ്റ്റ് ചാർജർ ഇൻ ദ ബോക്സ് അതാണ് വരുന്നത്. പിന്നെ നമ്മുടെ കയ്യിലുള്ളത് 6GB 120GB സ്റ്റോറേജും ഇൻഡർസ്റ്റെല്ലാർ ബ്ലാക്ക് വേരിയൻ്റാണ് വരുന്നത്. ഇത് മെയ്ഡ് ഇൻ ഇന്ത്യ വേരിയൻ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസിംഗ് എന്ന് പറഞ്ഞാൽ ബേസ് വേരിയൻ്റ് പ്രൈസിംഗ് 16,499, അതായത് 16,500 റുപ്പീസാണ്. ഇത് അനൗൺസ് ചെയ്തത് 15,000 റുപ്പീസിലായിരുന്നു. പക്ഷേ ഇതിനകത്ത് GST ഇൻക്രീസ് ചെയ്ത കാരണം ഓൾമോസ്റ്റ് 12-18% ഇൻക്രീസ് ചെയ്ത് കാരണം അവരുടെ പ്രൈസും ഇൻക്രീസായി. ഇതിപ്പോൾ സെല് ചെയ്യുന്നത് 16,500 റുപ്പീസാണ്. ഇപ്പോൾ ആക്ച്വലി സെല് ചെയ്യുന്നില്ല, കാരണം ലോക്ക്ഡൗൺ ആയത് കാരണം ഇപ്പോൾ ആക്ച്വലി സെല് ചെയ്യുന്നില്ല. പക്ഷേ ലോക്ക്ഡൗൺ കഴിയുമ്പോൾ ഇത് സെല് ചെയ്യുന്നത് ഈ പ്രൈസാണ്. അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്ത് നോക്കാം. ബോക്സിനകത്ത് എന്തൊക്കെയാണ് വരുന്നത് കൂടി നോക്കാം. അപ്പോൾ തുറക്കുമ്പോൾ തന്നെ ആദ്യം നമുക്ക് കാണുന്ന ഒരു ചെറിയ ബോക്സാണ്. ഇതിനകത്ത് എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. ഇതിനകത്ത് നമുക്ക് കാണുന്നത് ഒരു കേസാണ്, ഒരു TPU കേസാണ്, ബ്ലാക്ക് കളർ TPU കേസാണ്. പിന്നെ ഒരു സിം ഇജക്റ്റർ പിന്നാണ് വരുന്നത്. പിന്നെ ഒരു നമുക്ക് കാണാൻ സാധിക്കുന്നത് ട്രിപ്പിൾ സ്ലോട്ടാണ്, ഡുവൽ സിം കാർഡ് സ്ലോട്ടും ഒരു മൈക്രോ SD കാർഡ് സ്ലോട്ടും. പിന്നെ സാർ വാല്യൂ ഇൻട്രസ്റ്റഡ് ആയിരിക്കും കാണാം. സാർ വാല്യൂ 0.880 ആണ് സാർ വാല്യൂ. ഹെഡ് സാർ, ബോഡി സാർ 0.75. അപ്പോൾ ഇതാണ് സാർ വാല്യൂ വരുന്നത്. ഇനി നമുക്ക് ബോക്സിനകത്ത് എന്തൊക്കെയാണ് പിന്നെ വരുന്നതെന്ന് കൂടി നോക്കാം. അപ്പോൾ ഡിവൈസാണ് പിന്നെ വരുന്നത്. ഡിവൈസ് നമുക്ക് ജസ്റ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. പിന്നെ വരുന്നത് ഒരു ചാർജിങ് കേബിളാണ്. അപ്പോൾ ഇതാണ് ചാർജിങ് കേബിൾ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ ഒരു കളർ, ഒരു ഡിഫറെൻറ്റ് കളറായിട്ടാണ് കാണുന്നത് ചാർജിങ്ങിൻ്റെ. അപ്പോൾ ഇത് ഒരു പ്രൊപ്പറേറ്ററി 33 വാട്ട് ചാർജിങ് ആണ്. അതുകൊണ്ട് തന്നെ ഈ കേബിൾ യൂസ് ചെയ്താൽ മാത്രമേ 33 വാട്ട് ചാർജിങ് നമുക്ക് കിട്ടുള്ളൂ. സ്റ്റാൻഡേർഡ് കേബിൾ ഉപയോഗിച്ചാൽ 33 വാട്ട് കിട്ടാൻ ചാൻസ് ഇല്ല. പിന്നെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു ചാർജറാണ് വരുന്നത്. ഈ ചാർജറിനകത്ത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ചാർജറിനകത്ത് വോൾട്ടേജ് റേറ്റിംഗ് ഒന്ന് നോക്കാം. അപ്പോൾ ഈ ചാർജറിൻ്റെ വോൾട്ടേജ് റേറ്റിംഗ് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം 11 വാട്ട് 3 ആംപിയർ ആണ്, അതായത് 33 വാട്ട് ചാർജിങ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ സ്റ്റാൻഡേർഡ് 27 വാട്ട് ചാർജിങ്ങും പിന്നെ 18 വാട്ട് ചാർജിങ് എല്ലാം തന്നെ ഇത് സപ്പോർട്ടഡ് ആണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അഡാപ്റ്റർ, 33 വാട്ട് പ്രൊപ്പറേറ്ററി അഡാപ്റ്ററാണ്. അപ്പോൾ വേറെ സ്മാർട്ട് ഫോണിൽ ഇത് കോമ്പാറ്റബിൾ ആവില്ല. ഇത് Redmi Note 9 Pro Max മാത്രമേ സപ്പോർട്ടഡ് ആവുള്ളൂ. അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത്. നമുക്ക് ഡിവൈസ് ഒന്ന് നോക്കാം. അപ്പോൾ ഇതാണ് Redmi Note 9 Pro Max. അപ്പോൾ ഡിസൈൻ ആസ്പെക്റ്റിൽ നോക്കുകയാണെങ്കിൽ ഡിഫറൻസ് ഒന്നും തന്നെ ഇല്ല. നമുക്കിവിടെ കാണാം 64 മെഗാ പിക്സൽ ക്യാമറയാണ് വരുന്നത് 48 പകരം. ബാക്കി ക്യാമറ യൂണിറ്റിൽ ചേഞ്ചസ് ഒന്നും തരുന്നില്ല. ക്വാഡ് ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. പിന്നെ ഇതിനകത്ത് LED ഫ്ലാഷും കാണാം. പിന്നെ ബാക്ക് പാനൽ ഗ്ലാസ് ആണ്, Gorilla Glass 5 സപ്പോർട്ടാണ്. ഫ്രണ്ടിലും ബാക്കിലും ക്യാമറ യൂണിറ്റിലും Gorilla Glass 5 സപ്പോർട്ട് ഉണ്ട്. പിന്നെ Redmi ബ്രാൻഡിങ് കാണാം. സൈഡ് പാനലിൽ പവർ ആൻഡ് ഫിംഗർ പ്രിന്റ് സ്കാനറാണ് ഇൻറ്റിഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ വോളിയം കീസും ലെഫ്റ്റ് സൈഡിൽ സിം ട്രെയും കാണാം. ബോട്ടം സെക്ഷനിലാണെങ്കിൽ നമുക്ക് USB Type-C പോർട്ടും സ്പീക്കർ യൂണിറ്റ് 3.5mm ഓഡിയോ ജാക്കും കാണാം. മോൾ ഭാഗത്ത് ഇൻഫ്രാറെഡ് പോർട്ടാണ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് പോർട്ടിൻ്റെ കാര്യം വരുന്നത്. പിന്നെ ഫ്രണ്ട് പാനലിൽ നമുക്ക് ഡോട്ട് നോച്ച് ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇത് നമുക്ക് Redmi Note 9 Pro ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് Redmi Note 9 Pro ആണ്, ഇത് വൈറ്റ് വേരിയൻറ്റ്. പിന്നെ ഇത് ഇൻഡർസ്റ്റെല്ലാർ ബ്ലാക്ക് ആണ്, ഇത് Pro Max. അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ ഡിസൈൻ ആസ്പെക്ട് നോക്കുകയാണെങ്കിൽ ഒരു ഡിഫറൻസും തന്നെ ഇല്ല. ആകെ നമുക്ക് ക്ലോസർ നോക്കിക്കഴിഞ്ഞാൽ 48-ും 64-ൻ്റെയും ഡിഫറൻസ് മാത്രമേ വരുന്നുള്ളൂ. ഇവിടെ 64 കാണുന്നെങ്കിൽ ഇവിടെ 48 കാണാം. ബാക്കി ഡിസൈനിൽ ഒരു മാറ്റങ്ങളും തന്നെ ഇൻക്ലൂഡഡ് അല്ല. അപ്പോൾ Redmi Note 9 Proയും Pro Max തമ്മിൽ ഡിസൈൻ ഡിഫറൻസസ് ഒന്നും തന്നെ ഇല്ല. മെയിനായിട്ട് 64 മെഗാ പിക്സലും പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 33 വാട്ട് ചാർജിങ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഫോൺ ഒന്ന് ബൂട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഇൻ്റർഫേസും ക്യാമറയെക്കുറിച്ചും പറയാം. അപ്പോൾ നമ്മൾ ഫോൺ ബൂട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് Redmi Note 9 Pro Max.
അപ്പോൾ ഇതിനകത്ത് എഗെയിൻ ഡോട്ട് നോച്ച് ഡിസ്പ്ലേ ആണ്, നമുക്ക് കാണാം ഡോട്ട് ക്യാമറ കാണാം, 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറയാണ് വരുന്നത്. പിന്നെ യു ഐൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് MIUI 11 ആണ് വരുന്നത്. അബൌട്ട് ഫോൺ എടുത്തു കഴിഞ്ഞാൽ സിസ്റ്റം ഫീച്ചേഴ്സ് നോക്കി കഴിഞ്ഞാൽ Redmi Note 9 Pro Max, MIUI Global 11, Android 10 ആണ് വരുന്നത്. അപ്പോൾ ആൻഡ്രോയിഡ് ബേസ് സ്റ്റോക്ക് ബൈ ഡീഫോൾട്ട് തന്നെ ആൻഡ്രോയിഡ് 10 വേർഷനാണ് വരുന്നത്. പിന്നെ സെക്യൂരിറ്റി പാച്ച് ലെവൽ March 2020 ആണ് വരുന്നത്. 128 GB സ്റ്റോറേജും 6 GB റാമുമാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഇതാണ് സോഫ്റ്റ്വെയർ വൈസ് നോക്കുകയാണെങ്കിൽ. അപ്പം നമ്മളെല്ലാ റെഡ്മി ഫോൺസിനെ പോലെ തന്നെയാണ്, വ്യത്യാസങ്ങളൊന്നും തന്നെ ഇല്ല. സെയിം MIUI ആണ് വരുന്നത്. പിന്നെ ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇതിനകത്ത് 64 മെഗാ പിക്സൽ ക്യാമറയാണ് വരുന്നത്. അപ്പോൾ ക്യാമറ ക്വാളിറ്റി എപ്പോഴും നന്നായിരിക്കും, 48നേക്കാളും എപ്പോഴും ഇമ്പ്രൂവ്ഡ് ആയിരിക്കും 64, കാരണം ഈ സെൻസർ തന്നെ ഡിഫറെൻ്റ് ആണ്. പിന്നെ ഇതിനകത്ത് വീഡിയോ റെക്കോർഡിംഗ്, നമുക്ക് ഷോർട്ട് വീഡിയോ 64 മെഗാ പിക്സൽ മോഡ്, നൈറ്റ് മോഡ്, പ്രോ മോഡ്, അങ്ങനെ എല്ലാ ഫീച്ചേഴ്സ് തന്നെ ഇൻക്ലൂഡ് ആണ്. അപ്പോൾ ഇതായിരുന്നു ക്യാമറ ഇൻ്റർഫേസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ. അപ്പോൾ നമ്മൾ ക്യാമറയിൽ നിന്ന് എടുത്ത കുറച്ച് ക്യാമറ സാമ്പിൾസ് കാണാം. ഇതൊക്കെയാണ് Redmi Note 9 Pro Max എടുത്ത ക്യാമറ സാമ്പിൾസ്. ഡീറ്റെയിൽഡ് ആയ ക്യാമറ റിവ്യൂ നമ്മൾ പിന്നീട് പോസ്റ്റ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ആക്ച്വലി നമുക്ക് ഇത് ഡിവൈസ് സ്റ്റിൽ അണ്ടർ എംബാർഗോ ആണ്. അതുകൊണ്ട് നമുക്ക് വേറെ വീഡിയോസ് ഒന്നും തന്നെ പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അൺബോക്സിങ്ങും ഫസ്റ്റ് ഇംപ്രഷൻസും മാത്രമേ പോസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എംബാർഗോ കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് ലോക്ക്ഡൗൺ എല്ലാം കഴിയുമ്പോഴേ എംബാർഗോയും കഴിയുള്ളൂ. അപ്പോഴേ നമുക്ക് ഇതിൻ്റെ ബാക്കി വീഡിയോസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമുക്ക് വെറും അൺബോക്സിങ് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ക്യാമറ സാമ്പിൾസ് നിങ്ങൾ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ ബാറ്ററിയെ കുറിച്ച് പറയാം. ഇതിനകത്ത് വരുന്ന 5000 mAh കപ്പാസിറ്റി ബാറ്ററിയാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് ഹെവി ഡിവൈസാണ്. പിന്നെ 33 വാട്ട് ഫാസ്റ്റ് ചാർജിങ് കൂടെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ബാറ്ററി ലൈഫ് എക്സ്പെക്ട് ചെയ്യാം. ഓൾമോസ്റ്റ് നമുക്ക് എബവ് ഒരു 10 hours സ്ക്രീൻ ഓൺ ടൈം ഒക്കെ ഈസിലി കിട്ടും. അത് ഇതിന് കിട്ടുന്നതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. പിന്നെ സ്നാപ്ഡ്രാഗൺ 720G നല്ലൊരു ഒപ്റ്റിമൈസ്ഡ് പ്രോസസ്സറും കൂടിയാണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുന്നതാണ്. പിന്നെ ഡിസ്പ്ലേ ക്വാളിറ്റി നല്ലതാണ്. അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ നല്ലൊരു പാക്കേജാണ്. പക്ഷേ പ്രൈസ് കുറച്ച് കൂടുതലാണ്, 16,500 റുപ്പീസാണ്. കാരണം GST ഇൻക്രീസ് വന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ പ്രൈസും ഇൻക്രീസ് ആയിരിക്കുകയാണ്. അപ്പോൾ 16,500 ആണ്. മുമ്പത്തെ പ്രൈസ് വെറും 15,000 ആയിരുന്നു. 1,500 രൂപയാണ് കൂടിയിരിക്കുന്നത്. അപ്പോൾ ഇതായിരുന്നു Redmi Note 9 Pro Maxൻ്റെ അൺബോക്സിംഗ് ഹാൻഡ്സ് ഓൺ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുമായിരിക്കും. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.